സഹോദരരെ, ഇന്ന് നമ്മളുടെ ഇടവക ദിനമാണ്. ഞങ്ങൾ സെന്റ് ആന്റണി യൂണിറ്റ് ഇവിടെ ഈ ഒരൊറ്റ കാര്യത്തിൽ അമ്മമാർ എല്ലാം സെയിമാ എന്ന് ഒരു ചെറിയ സ്കിറ്റിൽ അവതരിപ്പിക്കുന്നു. പുള്ളിമാൻമിഴി പള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളപ്പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നു. എന്താ ഉളുപ്പില്ലെന്നറിയാം. ആ തല്ലിയതിന്റെ വേദനയെങ്കിലും ഒന്ന് മുഖത്ത് കാണിക്കടാ. എന്തിനാമേ തല്ലിയേ? എടാ നിന്നെ ഇന്ന് വിട്ട് ചോദിക്കും. നീ പോട്ടെ അതേപോലെ നീ തിരിച്ചു വന്നല്ലേടാ നീ. അതമ്മ ഞാൻ കേറിയ ബസ്സിൽ സീറ്റ് ഒഴിവില്ലായിരുന്നു. അതാ ബസ്സിൽ കിളിയായി ജോലി കിട്ടി ഫുട്ബോളിൽ നിന്ന് പോകണ്ടവൻ സീറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നേക്കുന്നത്. ഇങ്ങനെ ജോലിക്ക് പോകാൻ മടിയുള്ളതൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്റെ ഈ ജോലിക്ക് പോകാൻ മടിയുണ്ടെന്ന് പറഞ്ഞ് വയറ്റിലല്ലാതെ പിന്നെ വയറ്റിലെ ജംഗ്ഷനിൽ പറക്കാൻ പറ്റൂ? നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ? ഇങ്ങനെ അടിച്ച സിക്സാ. തലേ വെച്ചാ ഉമ്മരിക്കും, താഴെ വെച്ചാ പേരരിക്കും എന്നും പറഞ്ഞ് വളർത്തിയത്. തിരിഞ്ഞു അമ്മേ. അവന് തല തിരിഞ്ഞ് വളരാ. ഞാനൊന്ന് പറഞ്ഞത് തിരിഞ്ഞാൽ അവന് പനപ്പം. അമ്മേ എന്നെ ഇങ്ങനെ തല്ലാണ്ട ഒരു ആവശ്യമില്ല. ഞാനേ പ്രായപൂത്രിയായ ഒരു ചെറുക്കനാ. എന്താ പ്രായപൂത്രി? എന്തേ എത്ര പൈസ മുടക്കിയാടാ നിന്നെ ഞാൻ പഠിപ്പിച്ചത്? അതമ്മയുടെ കടമ. അതുകൊണ്ട് ഇപ്പൊ നാട്ടിമൊത്ത കടമ. എടാ ആ വണ്ടിപ്പണി പഠിപ്പിക്കാൻ വേണ്ടിട്ട് നിന്നെ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് നീ എന്തൊക്കെ മുടന്ത ന്യായം പറഞ്ഞാടാ നീ തിരിച്ചു വന്നത്? അമ്മ എനിക്ക് അവിടെ പറ്റത്തില്ല. അവിടെ പൈസ ചോദിക്കണമെങ്കിലേ താണ് വീണ് അപേക്ഷിക്കണം, അറിയോ? എടാ അപേക്ഷിക്കണോടാ, പൈസക്ക് വേണ്ടിട്ടല്ലേ. അതിനിപ്പോ കുഴപ്പം എന്തുവാ? ഞാനേ വണ്ടിയിലെ പണി പഠിക്കാൻ പോയതാ, അല്ല തെണ്ടിയിലെ പണി പഠിക്കാനല്ല. നിന്റെ ആശാൻ എന്നോട് വന്ന് പറയുമ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയടാ. അങ്ങനെ എന്തോ പറഞ്ഞെന്നാ? ഗിയർ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആശാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ നീ എന്തുവാടാ അവിടെ എടുത്തു വെച്ചത്? 2 ബിയറും 2 ഗ്ലാസും എടുത്തു വെച്ചോണ്ട് നോക്കിയിരിക്കുന്നത്. വളർത്തു ദോഷമാടാ നിന്നെ. കൂട്ടുകാരൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചോ? എടാ നിന്റെ കൂട്ടുകാരൻ രാജേഷായിട്ടുള്ള എല്ലാ കൂട്ടും ഞാൻ വെട്ടി. അവനെ OTT പരിപാടിയാ. എടാ അവന് സിനിമയിലൊക്കെ ജോലി കിട്ടിയോ? അതല്ല, ഒറ്റയ്ക്ക് തിന്നുന്ന തെണ്ടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്റെ വയറ്റാൻ കാലത്ത് നോക്കുന്നു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലടാ. അയ്യോ അമ്മ അങ്ങനെ പറയരുത്. എനിക്ക് എന്റെ മരണം വരെ അമ്മയ്ക്ക് ആയുസ്സോണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന, അറിയോ? അത് നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ മരിക്കുന്നവിടം വരെ നിനക്ക് പണിക്ക് പോകാതിരിക്കാനുള്ള പ്രാർത്ഥനയല്ലടാ പട്ടിയത്. എന്റെ അടുത്ത് പണിക്ക് പോവാൻ മാത്രം പറയില്ല പ്ലീസ്. അവൻ എന്തെങ്കിലും ഒരു പണി ആയിക്കോട്ടെന്ന് കരുതിയിട്ടാണ് അവനെ അവന്റെ മാമന്റെ കൂടെ പാചകത്തിന് വിട്ടത്. എന്നിട്ട് നീ അവിടെ പോയിട്ട് എന്തുവാടാ കാണിച്ചത്? എന്തുവാ? സാമ്പാറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കൈ ചട്ടവും കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കും മക്കളെ എന്ന് പറഞ്ഞ് മാമൻ പുറത്തോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴോ ചട്ടത്തിന്റെ പിടിയും കൂടെ ഇളക്കി വെച്ചേക്കുന്നവൻ. അത് ക്ലിയർ ആയിട്ട് പറയാത്തോണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് നീ എന്തുവാടാ അവിടെ ചെയ്തത്? എന്തുവാ? മാമൻ പറഞ്ഞു മക്കളെ മാമനൊന്നും മയങ്ങട്ടടാ, 12 മണിയാവുമ്പോ തീ വെക്കണേന്ന് പറഞ്ഞ് മാമൻ അങ്ങോട്ട് പോയി. കറക്റ്റ് 12 മണിക്ക് ഞാൻ തീ വെച്ചില്ലേ? 12 മണിയായപ്പോ അടുപ്പി തീ വെക്കാൻ പറഞ്ഞതിന് പാചകപ്പുരയ്ക്ക് പോയി തീ വെച്ചേക്കുന്നവൻ. അത് പിന്നെ വ്യക്തമായിട്ട് പറയണമായിരുന്നു. എടാ എന്റെ അണ്ണന്റെ ഭാഗ്യം കൊണ്ടാടാ അണ്ണൻ അന്ന് പാചകപ്പുര കിടന്ന് ഉറങ്ങാതിരുന്നത്. അമ്മേ സത്യം പറയാലോ, എനിക്ക് ഈ ജോലിയൊന്നും ശരിയാവത്തില്ല. എന്റെ മനസ്സ് പറയുന്നത് ഞാൻ കലാപരമായിട്ട് രക്ഷപ്പെടുമെന്നാ. മാലിക്കുട്ടാ നിന്റെ കലയുടെ കഥയൊന്നും ഇവിടെ പറയരുത്. ആ കഥ അമ്മ ഇവിടെ പറയരുത്. ഞാൻ പറയൂടാ, പിന്നെ ആ കഥ പറയും. ഈ പറഞ്ഞ കഥ എന്നെ പിന്നെയും പറയാം. അമ്മയാര്? രമേശ് പിഷാരടിയാ? നിന്റെ കല സമ്മതിച്ച് നിനക്ക് കുച്ചിപ്പൊടി പഠിക്കണമെന്നും പറഞ്ഞ നിന്നെ അതിന്റെ ക്ലാസ്സിൽ കൊണ്ട് ഞാൻ ആക്കി. ഞാൻ ക്ലാസ്സിന് പോയല്ലോ. നീ പോയതിന്റെ പിറ്റേ ദിവസം നിന്റെ കുച്ചിപ്പൊടിയുടെ മാഷ് എന്നെ വിളിച്ചു പറയുന്നു, സുഷുമേ നിന്റെ മോൻ സൂപ്പറാണ്, ആക്രിക്കാര് പോലും ഇങ്ങനെ പാത്രം ചവിട്ടി ചെളുക്കത്തില്ലെന്ന്. അത് പിന്നെ എന്താണെന്നറിയോ അമ്മേ, എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാ. അതുപോലെ തന്നെ ആരെയും കീഴിൽ പട്ടിയെ പോലെ പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആഗ്രഹം ഒരു ബിസിനസ് ചെയ്യാനാ. അതിനാ സ്വർണ്ണമാല ഉരുക്കളഞ്ഞ് നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ആ സ്വർണ്ണമാല എനിക്ക് നഷ്ടപ്പെടും. പോയാലെന്ത് കുഴപ്പം? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ പിന്നെ നിന്നോട് ഞാൻ എന്നാ പറയണോടാ? കടവെടുത്ത് വാങ്ങിച്ച പൈസക്കാളാ നിനക്ക് ഒരു മാങ്ങയുടെ ബിസിനസ് തുടങ്ങി തന്നെ. അപ്പൊ അവൻ അത് നോക്കാൻ നേരമില്ല, അവൻ ഫോൺ പിടിച്ചോണ്ട് നടക്കുന്നവൻ. എനിക്കൊന്ന് ഫോൺ എടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ? 24 മണിക്കൂർ അതിന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കാൻ പറ്റൂ? ഫോണും വിളിച്ച് കട്ടാക്കി തിരിച്ചു വന്നപ്പം മാങ്ങ ഇരുന്നിടത്ത് 3000 മാവ് നിൽക്കുന്നു. അത്ര നേരമാണോ നീ ഫോൺ പിടിച്ചോണ്ട് നിന്നത്? സഹോദരരെ, ഇന്നത്തെ മാതാപിതാക്കളെ അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടമാണ് കുട്ടികളുടെ ഇന്ന് ഈ മൊബൈൽ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട്.